ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്ക് ആൻഡ് ജോക്കർ എന്ന് പറഞ്ഞ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. ജോക്കർ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസമാണ്. അങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങുവാണ്. അവൻ്റെ സാധനം എന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യിലുള്ളൊരു ബുക്ക് മാത്രമാണ്. ആ ബുക്ക് മറ്റൊന്നുമല്ല, എങ്ങനെ ഒരാളടുത്ത് സോറി ചോദിച്ച് എങ്ങനെ അയാളോട് വീണ്ടും മിണ്ടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള 100 വഴികൾ അത് പറഞ്ഞു തരുന്ന ഒരു ബുക്കാണ്. ജാക്കിനോട് വീണ്ടും മിണ്ടാനായിട്ട് അവൻ അതിൽ നിന്ന് കുറേ ഐഡിയാസ് നോക്കാനായിട്ട് വാങ്ങിച്ചൊരു ബുക്കായിരുന്നു. അങ്ങനെ ആ ഒരു ബുക്കും കൊണ്ട് അവൻ്റെ ജയിലിൽ 5 വർഷം താമസിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവൻ നേരെ തന്നെ ആ ഒരു നാട്ടിലേക്ക്, അതായത് അവൻ്റെ വീടും നമ്മുടെ ജാക്കും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ടാക്സിയിൽ പോവുകയാണ്. അങ്ങനെ ടാക്സി പോകുന്ന ടൈമിന്, ആ സ്ഥലം എത്താറാവുന്ന ടൈമിന് ആ ടാക്സി ഡ്രൈവർ, ഞാൻ നിങ്ങളെ ഇവിടെ ഇറക്കി വിടട്ടെ സാർ, കാരണം ആ ഒരു നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കള്ളന്മാരും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ സ്ഥലം ഇപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിവിടെ ഇറക്കി വിടട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ എന്തിനാണ് അത്ര അപകടം പിടിച്ച ഒരു സ്ഥലത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ജോക്കർ, അത് പിന്നെ എനിക്ക് മുമ്പത്തെ ഒരു കടം തീർക്കാനുണ്ടെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ആ ജോക്കർ ആ ഒരു സ്ഥലത്തെത്തിയിട്ട് നമ്മുടെ ജാക്കിനെ അന്വേഷിച്ച് കിടക്കാണ്. എത്ര നോക്കിയിട്ടും ഇവനെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ഇതിന് ഇവിടെ പോയത്, ഇവനിപ്പോൾ ഇവിടെ ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ നോക്കി കിടക്കുന്നുണ്ട്. ആട്ടൊരു കുഞ്ഞ് കട കണ്ടിട്ട് ആ കടയിലോട്ട് വന്നിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ്. ആ സമയം കടയിലുള്ള ആ 2 പേരും, ആ കട നടത്തുന്ന ആ 2 പേരും ഇവനോട് നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇതിനൊക്കെ കാര്യം പറഞ്ഞു തരത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അവൻ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാണ്. ആ ഒരു വെള്ളത്തിന് വരെ അവൻ്റെ കയ്യിൽ 10 രൂപ വാങ്ങുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ, അത് പിന്നെ ജാക്ക് എന്ന് പറഞ്ഞൊരു പയ്യനെ നിങ്ങൾക്കറിയാമോ, അവനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ക്യൂട്ടാണ്, സ്വീറ്റാണ്, പിന്നെ അവനൊരു ടേക്ക് വൂണ്ടൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഒരു സ്കൂൾ തുടങ്ങാനായിട്ടിരിക്കുന്നൊരു പയ്യനാണ്, നിങ്ങൾക്ക് അറിയാമോ ചോദിക്കുകയാണ്. ആ സമയം അവരാലോചിച്ചിട്ട് അങ്ങനെ ഒരു പയ്യൻ ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ആകെ ഒരൊറ്റ ജാക്കേ ഉള്ളൂ, അവൻ ജാക്ക് ദ റിപ്പർ ആണെന്ന് പറയാണ്. ആ ടൈമിലാണ് കറക്റ്റ് ആരോ വരുന്ന കണ്ടിട്ട് ഇവർ 2 പേരും കൂടെ ഉടനെ തന്നെ ഇവരെ കട ക്ലോസ് ചെയ്തിട്ട്, ക്ലോസ് ആക്കി എന്നും പറഞ്ഞൊരു പേപ്പറിൽ എഴുതിയൊരു ബോർഡും വെച്ചിട്ട് നമ്മുടെ ജോക്കറിനെ പിടിച്ച് അവിടെ സൈഡിൽ ചെന്ന് കടയുടെ പുറകിട്ട് ഒളിച്ചിരിക്കുവാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് വന്ന മറ്റാരുമല്ല, ജാക്കാണ്. ജാക്ക് പഴയതുപോലെയല്ല. നമ്മുടെ ജാക്കിനെ ജോക്കർ ഏത് രീതിയിലാണോ ക്യൂട്ടാണ്, സ്വീറ്റാണെന്നും പറഞ്ഞ് എങ്ങനെയാണോ അവനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവൻ്റെ ഓരോ ഇത് പറഞ്ഞത്, എന്നാൽ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അവനിപ്പോൾ ഉള്ളത്. അവനിപ്പോൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. കണ്ടാൽ തന്നെ അറിയാം ആൾ വേറെ ലെവലാണ്. ഇവനും അസിസ്റ്റൻ്റായിട്ട് 3-4 പേരുണ്ട്. ഇവനവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് കളക്ടർ തന്നെയാണ്, വേണമെങ്കിൽ റിപ്പർ എന്ന് തന്നെ പറയാം. റിപ്പർ എന്ന് പറഞ്ഞാൽ വേണ്ടി വരുന്ന ആൾക്കാരെ കൊല്ലുകയും കൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇവനെ കണ്ടിട്ടാണ് ആ 2 പേരും അവരുടെ കടയുടെ ക്ലോസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്നത്. കാരണം അവരാണെങ്കിൽ കടം കൊടുത്ത് തീർക്കാനുണ്ട്. അപ്പോൾ ആ കടം ചോദിക്കാനായിട്ടാണ് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് മനസ്സിലായിട്ടാണ് കട ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞ് അവരവിടെ കടയൊക്കെ പൂട്ടി കടയുടെ പുറകെ ഒളിച്ചിരുന്നത്. അങ്ങനെ ജാക്കും അവൻ്റെ ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ ഈ കട പൂട്ടിയിരിക്കുന്ന കണ്ടിട്ട് അവരവിടെ ഇല്ലയെന്ന് കരുതിയിട്ട് ഉടനെ തന്നെ അടുത്ത വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേ ചെല്ലാണ്. ഇതേസമയം നമ്മുടെ ജോക്കർ ജാക്കിനെ കണ്ടിട്ട് അവനെ കണ്ടുപിടിച്ചെന്നുള്ള രീതിയിൽ ഹാപ്പി ആയിട്ട് നമ്മുടെ ജാക്കിനെ ഫോളോ ചെയ്ത് പോവാണ്. ഇതേസമയം ജാക്ക് മറ്റൊരു വീട്ടിലേക്ക് ചെന്നിട്ട് അവരുടെ ഡോറിൽ തട്ടുവാണ്. എന്ന് തുറക്കാത്തതുകൊണ്ട് തന്നെ അവനെ ഡോർ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറുവാണ്. അപ്പോൾ ആ വീടിനകത്തുണ്ടായിരുന്നത് 2 പയ്യന്മാരായിരുന്നു. അവരുടെ പേര് ടാറ്റു എന്നും ഹോയി എന്നുമാണ്. ഇവരും ഈ ഒരു സീരീസിലാണ്ട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ്. സോ അവരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരിപ്പോൾ പൈസ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ നേരെ അവരുടെ റൂമിൽ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടോ കൊണ്ടുപോകാനായിട്ട് എന്നിങ്ങനെ അരിച്ച് പറക്കാണ്. ആ സമയം നമ്മുടെ ജാക്കിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം എടുത്ത് കാണിച്ചിട്ട് ഇത് വില കൂട്ടിയ സാധനമാണെന്ന് തോന്നുന്നു, നമുക്ക് ഇതെടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ജാക്ക് ആ സാധനം വന്ന് നോക്കിയപ്പോൾ അതാണെങ്കിൽ നമ്മുടെ ജോക്കറിൻ്റെ ഫോട്ടോ വരുന്നൊരു സംഭവമായിരുന്നു. ജോക്കറിനെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നുകൊണ്ട് ആ സാധനം എടുത്ത് എറിഞ്ഞിട്ട് അത് വില കൂടി സാധനം നല്ലതെന്ന് പറഞ്ഞ് ഒന്നിച്ച് ടാറ്റുവിനെ പിടിച്ച് അവിടെ ഡെസ്കിൻ്റെ അവിടെ കൊണ്ടുപോയി പിടിച്ചിങ്ങനെ ഇറക്കി വെച്ചിട്ട്, നിനക്ക് കിട്ടിയ പൈസ വെച്ചിട്ട് നീ എന്താണ് ചെയ്തത്, ആ പൈസയ്ക്ക് നീ ഒന്നും വാങ്ങിച്ചില്ലേ, ഇവിടെ എന്താ വാല്യുബിളായിട്ട് ഒന്നും തന്നെ ഇല്ലാതെ നീ എന്താ പൈസ ചെയ്തത്, നീ എന്താ ഒളിപ്പിച്ച് വെച്ചേക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ കയ്യിലൊരു കത്തിയൊക്കെ കുത്താനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ജോക്കറാണെങ്കിൽ ജാക്കിനെ ഫോളോ ചെയ്ത് വന്നിട്ട് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലുള്ള ജനലിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ ജാക്കാണെങ്കിൽ അവനെ ഇങ്ങനെ കുത്താൻ പോകുന്ന കണ്ടിട്ട് നമ്മുടെ ജോക്കർ നോക്കാതെ പെട്ടെന്ന് തന്നെ നീങ്ങിയിരിക്കുന്നുണ്ട് കണ്ണും അടച്ച്. ഇതേ സമയം ജാക്കാണെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസിനോട് വാ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ജോക്കർ ഉടനെ തന്നെ തൊട്ടപ്പുറത്തുള്ള റൂമിൽ കയറി വിളിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ജാക്കാണെങ്കിൽ ആയിട്ട് ആളുകളുടെ കൂടെ നടന്നു പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന രാത്രിയാണ്. അപ്പോൾ നമ്മുടെ ജാക്കാണെങ്കിൽ കുറേ വീടുകളിൽ കയറി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവൻ്റെ എന്താ വർക്ക് അതാണെന്ന് വെച്ചാൽ അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ജോക്കർ അവനെ ഫോളോ ചെയ്യായിരുന്നു. അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാക്ക് അവൻ്റെ വർക്കേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വെച്ചിട്ട് അവനിങ്ങനെ നടന്നു പോവാണ്. അവന് മനസ്സിലാവുന്നുണ്ട് ആരോ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ജോക്കർ അവനെ ഫോളോ ചെയ്യുന്ന ടൈമിൽ ജോക്കർ പെട്ടെന്ന് നോക്കിയപ്പോൾ ജാക്കിനെ കാണാനില്ല. അങ്ങനെ ജാക്കിനെ അന്വേഷിക്കുന്ന സമയത്ത് ജാക്ക് പുറകെ നിന്ന് കത്തി വെച്ചവനെ പിടിച്ചിട്ട് നീ എന്നെ എന്തിനാ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് ജോക്കർ ഇത് ഞാനാന്ന് പറഞ്ഞിട്ട് അവൻ്റെ തൊപ്പി വെച്ചിട്ട് അവനെ സ്വയം റിവീൽ ചെയ്യാണ്.
ഇവനെ കണ്ടും ജാക്കിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേസമയം ജോക്കർ, ഞാൻ നിന്നെ കാണാനായിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ചെയ്തതിന് എല്ലാത്തിനും സോറി. ഞാൻ ഇത്രയും നാൾ നിൻ്റെ അടുത്ത് എങ്ങനെയാണ് സോറിയൊക്കെ ചോദിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാതിരിക്കുമായിരുന്നു. എന്ത് ചെയ്താൽ നീ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട്, ഓ ഞാൻ നിന്നോട് ക്ഷമിക്കണമെന്നോ, അതൊരിക്കലും നടക്കത്തില്ല, ഒരുപാട് വൈകിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ജോക്കറാണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ഷമ ചോദിക്കാനുള്ള 100 വഴികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്കൊക്കെ ജാക്കിനെ കാണിച്ചിട്ട്, ഞാൻ എന്നോട് സോറി പറയാൻ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബുക്ക് നമ്മുടെ ജാക്കിന് നേരെ നീട്ടുന്നുണ്ട്. എന്നാൽ ജാക്കാണെങ്കിൽ ഉടനെ തന്നെ ആ ഒരു ബുക്കിലേക്ക് തുപ്പുവാണ്. ആ സമയം ജോക്കറാണെങ്കിൽ സത്യമായിട്ട് സോറി, ഞാൻ എന്ത് വേണം ചെയ്യാൻ റെഡിയാണ്, എൻ്റെ ആ ഒരു തെറ്റ് കാരണം നിൻ്റെ ലൈഫ് ഇത്രയും മാത്രം എഫക്റ്റഡ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ ചാവണ്ടെങ്കിൽ ഇവിടുന്ന് പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ, ഇല്ല നീ എന്നോട് ക്ഷമിക്കുന്നവരെ ഞാൻ പോകത്തില്ല എന്ന് പറയാണ്. ആ സമയം ജാക്ക്, എങ്കിൽ പിന്നെ നീ മരിക്കുന്ന പറഞ്ഞിട്ട് ജോക്കറിനെ വലിച്ച് താഴേക്ക് തള്ളിയിടാണ്. ആ സമയം ജോക്കർ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്നോട് ക്ഷമിക്കുമെങ്കിൽ നീ എന്നെ കൊന്നു, അങ്ങനെ എന്തിനും റെഡിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജാക്ക്, ഓ അങ്ങനെയാണെങ്കിൽ ശരി, നീ മരിക്കുന്നവരായിട്ട് അവനെ കുത്താനായിട്ട് കത്തിയെടുക്കുകയാണ്. എന്നാൽ ജോക്കർ തടുക്കുന്നേ ഇല്ല. പക്ഷേ ജാക്കാണെങ്കിൽ എന്തോ അവനെ കൊല്ലുന്നില്ല. അവനങ്ങ് വിട്ടിട്ട് ജാക്ക് ഒന്നും മിണ്ടാൻ നടന്നു പോവാണ്. ഈ സമയം ജോക്കർ ആ ഒരു ബുക്ക് അവൻ്റെ കയ്യിലെടുത്ത് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ടാറ്റൂനെയാണ്. അവനിപ്പോൾ അവൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോക്കറാണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് വന്ന് തട്ടുവാണ്. കാരണം ജാക്ക് രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്നവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്തോണ്ടേ, ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങോട്ടേക്ക് താമസിക്കാൻ വന്ന ആളാണ്, അത് പിന്നെ ഇന്ന് രാവിലെ ഒരു പയ്യൻ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പോകുന്ന കണ്ടു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, താൻ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാറ്റു ഡോർ ക്ലോസ് ചെയ്യാൻ പോവാണ്. ആ സമയം അവൻ്റെ കൈ വെച്ചിട്ട് ജാക്ക് അവൻ ആ ഡോറ് ക്ലോസ് ചെയ്യുന്നത് തടയുവാണ്. ആ സമയം നമ്മുടെ ജാക്കാണെങ്കിൽ അവൻ്റെ കയ്യിൽ നല്ല റോളക്സിൻ്റെ വാച്ചും നല്ല സ്വർണ്ണത്തിലുള്ള മോതിരവും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവൻ അടുത്ത പണിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയം ഇവൻ്റെ കയ്യിൽ ഈ മോതിരമൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ടാറ്റു ആണെങ്കിൽ, ഇവ റിച്ച് ആണല്ലോ, നല്ല പറ്റിയ ആളാണെന്നല്ലോ എന്ന് ഓർത്തിട്ട് അവനോട് വീണ്ടും ആ ഒരു ദേഷ്യമൊക്കെ വിട്ടിട്ട് സ്വീറ്റായിട്ട് സംസാരിച്ച് തുടങ്ങുകയാണ്. ആ സമയം ജോക്കറാണെങ്കിൽ, അത് പിന്നെ രാവിലെ ഇങ്ങോട്ട് വന്ന പയ്യനുണ്ടല്ലോ, എനിക്കവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ എനിക്ക് അവനെ വളയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുകയാണ് ടാറ്റു. അപ്പോൾ അതിന് വന്നതായിരുന്നു, ഇതൊക്കെ ആദ്യമേ പറയണ്ടേ, ഞാൻ ലവിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ഞാൻ പറഞ്ഞൊരു അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനകത്തേക്ക് വിളിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ ജോക്കറാണെങ്കിൽ അടുത്ത ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പിന്നെ സ്യൂട്ട് കേസൊക്കെ കൊണ്ട് ഭയങ്കര റിച്ചായിട്ടുള്ള ആളെ പോലെ ഒരു ബാങ്ക് പോലുള്ള സ്ഥലത്തേക്ക് കയറി പോകുന്നതാണ്. ഇതേ സമയം നമ്മുടെ ടാറ്റും അവൻ്റെ കൂടെയുള്ള ഹോയി എന്ന് പറഞ്ഞ പയ്യനും കഴിഞ്ഞ ദിവസം ജോക്കർ അവരുടെ റൂമിൽ വന്ന് സംസാരിക്കുന്ന ടൈമിന് അവർ റിച്ചാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് പൈസ മോഷ്ടിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ അവനെ ഫോളോ ചെയ്തിട്ട് അവർ രണ്ടുപേരും ഈ ഒരു ഓഫീസിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നേക്കാണ്. ആ സമയം നമ്മുടെ ടാറ്റു ആണെങ്കിൽ ഇവൻ ഭയങ്കര റിച്ചാണ്, ഇവ ഒടുക്കത്തെ റിച്ചാണെന്ന് പറയാണ്. ഈ സമയം ഹോയ്, ഇവ റിച്ചാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവൻ ഇവിടെ നിന്ന് പൈസ കടം വാങ്ങാനായിട്ട് ഈ സ്ഥലത്തോട്ട് വന്നത് എന്നിങ്ങനെ ചോദിച്ച സമയത്ത് ടാറ്റു ആണെങ്കിൽ, റിച്ചായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, അവർ പൈസ കടമെടുത്തിട്ട് അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കുമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഹോയ് ആണെങ്കിൽ, അതിന് നമുക്ക് കടം തീർക്കാനായിട്ട് ഇവൻ്റെ നിന്ന് പൈസ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ടാറ്റു ആണെങ്കിൽ, നമ്മൾ ഇവൻ്റെ നിന്ന് പൈസ എടുക്കും എന്നിട്ട് കടം തീർക്കും, എനിക്കാണെങ്കിൽ ഈ കടം കൊടുക്കാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക ഇനി വയ്യാന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ ജോക്കറിനെ കാണിക്കുമ്പോൾ ജോക്കറകത്ത് ഓഫീസിൽ വന്നിരിപ്പുണ്ടായിരുന്നു. കാണാൻ വന്ന മറ്റാരെയല്ല, നമ്മുടെ ബോസിനെയാണ്. ബോസിൻ്റെ കൂടെ അവിടെ സൈഡിലാണെങ്കിൽ നമ്മുടെ അരാൻ്റെ ബോഡി ഗാർഡെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു പയ്യനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ പേര് സെയ്ഫ് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി എനിക്ക് ആ പേര് മാറിപ്പോയതാണ്, അത് മറ്റൊരു ക്യാരക്ടറിൻ്റെ പേരാണ്. ഇവൻ്റെ പേര് ഹോപ്പ് എന്നാണ്. അപ്പോൾ അങ്ങനെ തെറ്റിച്ച് പറഞ്ഞതിൽ സോറി. അപ്പോൾ നമ്മുടെ ഹോപ്പും നമ്മുടെ ബോസിൻ്റെ കൂടെ ഇങ്ങനെ അവരുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ജോക്കർ അവിടെ വന്നിട്ട് അഭിനയിച്ച് മരിക്കുകയാണ്, ഞാൻ ഭയങ്കര റിച്ചായിട്ടുള്ള ആളായിരുന്നു, ബിറ്റ് കോയിനൊക്കെ ഇട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് കടമൊക്കെ വന്നു, എൻ്റെ കിട്ടിയ പൈസ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം കുറഞ്ഞുപോയി. ആ ടൈമിന് എനിക്ക് പൈസയുടെ ഒരുപാട് ആവശ്യം വന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവൻ കരങ്ങി അഭിനയിച്ച് എനിക്കൊരു 3 മില്യൺ തരണം, ഒറ്റ മാസം കൊണ്ട് ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് ഞാൻ തിരിച്ച് തന്നേക്കും, എന്നെ വിശ്വസിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ബോസാണെങ്കിൽ അതിലങ്ങ് വീണ് പോയിട്ട് ഉറപ്പായിട്ടും ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം എടുത്തുകൊണ്ട് വന്ന് ഹോപ്പ് നമ്മുടെ ജോക്കറിന് സൈൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. ജോക്കറിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇന്ന് സൈനായി കിട്ടിയാൽ മതി, കാരണം അവന് ഈ ഒരു പൈസയാണ് വേണ്ടത്, അല്ലാതെ മറ്റൊന്നും തന്നെ അവൻ്റെ ചിന്തയിലില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിക്കുന്ന പോലെയൊക്കെ അഭിനയിച്ചിട്ട് പേന വാങ്ങിച്ച് സൈൻ ചെയ്യാനായിട്ട് പോവാണ്. കാരണം ടൈമിന് അങ്ങോട്ടേക്ക് ജാക്ക് കയറി വരുന്നുണ്ട്. ജാക്ക് നമ്മുടെ ബോസിൻ്റെ ആളാണല്ലോ. അങ്ങനെ ജാക്ക് വന്ന് നോക്കിയതും നമ്മുടെ ജോക്കർ അവൻ്റെ പേര് ജോൺസൺ എന്ന് പറഞ്ഞിട്ടായിരുന്നു സ്വയം പരിചയപ്പെടുത്തി അവൻ്റെ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജാക്ക് വന്ന് കയറിയതും ഒരു പുതിയ ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ജോൺസൺ ആണെന്നൊക്കെ പറയാണ്. നമ്മുടെ ജാക്ക് വന്ന് നോക്കിയതും നമ്മുടെ ജാക്കിന് ആളെ പിടിയിട്ടാണ്. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ജോക്കറിനെ സൈൻ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞിട്ട് ഇവനൊരു പറ്റിപ്പുകാരനാണെന്ന് പറയാണ്. ആ സമയം ജോക്കർ, ഞാൻ പറ്റിപ്പുകാരനൊന്നും അല്ല, ഞാൻ ശരിക്കും ലോൺ എടുക്കാനായിട്ട് വന്നേന്ന് പറയുന്നുണ്ട്.
ബോസ് അപ്പോൾ ജാക്കിനോട് നിനക്ക് ഇവനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജാക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബോസ് പിന്നെ ഇവൻ കള്ളനാണ് നിനക്ക് ഇങ്ങനെ മനസ്സിലായെന്ന് വെച്ചപ്പോൾ ജാക്ക് ഒരു സെക്കൻഡ് മിണ്ടാതെ നിന്നിട്ട് നമ്മുടെ ജോക്കറിൻ്റെ കൈ കിട്ടിയിരുന്ന വാച്ച് നീട്ടി കാണിച്ചു കൊടുക്കുകയാണ്. റോളക്സിൻ്റെ എന്താ വാച്ചാണ്, പക്ഷേ സംഭവം ഫേക്കാണ്. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവ ഉടായ്പാണെന്ന്. ആ സമയം ഹോപ്പ് നമ്മുടെ ജോക്കറിനെ കൊണ്ടുപോയിട്ട് നല്ല പണി കൊടുക്കാൻ ഇരിക്കുകയാണ്. എന്നാൽ ജാക്ക് ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജാക്ക് തന്നെ ജോക്കറിനെ അവിടെ നിന്ന് വലിച്ചെടുത്തോണ്ട് കൊണ്ടുപോവാണ്. അവനെ എന്നിട്ട് നേരെ ഒരു റൂമിലേക്ക് കൊണ്ടുവരാണ്. കൂടെ നമ്മുടെ ജാക്കിൻ്റെ 2 അസിസ്റ്റൻസും ഉണ്ട്. അവിടെ വന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജാക്ക് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോക്കർ നീ ഇവിടെ എന്താ ചെയ്യുന്നത്, നീ എന്തിനാ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അവനും തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയം ജാക്ക് മര്യാദയ്ക്ക് ഇവിടെ പൊക്കോളാൻ പറയാണ്. ആ സമയം ജോക്കർ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവനാണെങ്കിൽ അവൻ്റെ കോട്ടൊക്കെ അഴിച്ചിട്ട് ഒരു ഫൈറ്റിന് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മുടെ ജാക്കിന് ജോക്കറിനൊന്നും തൊടാൻ പോലും പറ്റുന്നില്ല. ആ സമയം ജോക്കർ നിനക്ക് തീരെ പവറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കളിയാക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഓരോരോ കിക്കിലും നമ്മുടെ ജോക്കറിന് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്നപ്പോൾ ഇവർ ഭയങ്കര ക്ലോസ് ആയി വരാണ്. ആ സമയം അവരിങ്ങനെ കണ്ണും കണ്ടും നോക്കിയിരിപ്പുണ്ട്. ഇതേ ടൈമിന് ഇത് കണ്ടുകൊണ്ടിരുന്ന ആ 2 അസിസ്റ്റൻസും കൂടെ ഇവരെന്നെ ഫ്ലേർട്ട് ചെയ്യുക വല്ലതും ചെയ്യുവാണോ എന്നിങ്ങനെ പരസ്പരം പറയുകയാണ്. ഇതേ ടൈമിന് നമ്മുടെ ജാക്കാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറിയ ശേഷം അവൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് ജോക്കറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിക്കോളാൻ പറയാണ്. അവരങ്ങനെ ജോക്കറിൻ്റെ അടുത്ത് ക്ലോസ് ആയി വന്നതും ജോക്കർ എന്തായാലും നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോവുകയല്ലേ, എൻ്റെ മുഖത്തിന് വെറുതെ ഇട്ടേക്ക് പാടുകളൊന്നും വരാൻ നോക്കണേ എന്നുള്ള രീതിയിൽ ഭയങ്കര മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇതേ ടൈമിന് നമ്മുടെ ജാക്കിന് എന്തൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ആ ടൈമിന് ആ 2 അസിസ്റ്റൻസും കൂടി ആയിട്ട് ജോക്കറിൻ്റെ അടുത്ത് എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിപ്പുണ്ട്. അതിനുശേഷം ജാക്കിനെ കാണിക്കുമ്പോൾ ജാക്കിനിപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് പൈസ കൊടുക്കാനുള്ള ഒരാൾ ആ സ്ഥലം വിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പോകുന്നതിന് മുമ്പേ അയാളെ പിടിക്കണം, എങ്ങനെയും പൈസ വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ പോകുന്ന ടൈമിന് കറക്റ്റ് അങ്ങോട്ടേക്ക് ജാക്ക് വന്നിട്ട് ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ, നിങ്ങളിങ്ങനെ രക്ഷപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതായാലും പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അയാൾ കേൾക്കുന്നില്ല. അയാളുടെ പേര് സോംബോങ് എന്നാണ്. അയാൾ അവിടെ നിന്ന് ഓടുവാണ്. അങ്ങനെ നമ്മുടെ ജാക്ക് പുറകെ പോയിട്ട് ഇയാളെ പിടിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ നമ്മുടെ ജോക്കറിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു അടിയൊന്നും ഉണ്ടാക്കാതെ എന്തൊക്കെയോ പറഞ്ഞ് ആ അസിസ്റ്റൻസുമാരിൽ ഒരാളെ പിടിച്ചിരുത്തിയിട്ട് അയാൾക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടി ഉണ്ടാക്കുന്നതിനേക്കാളും ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത് തരാം, ഇതൊക്കെ അടിപൊളിയല്ലേ എന്നിങ്ങനെ പറയാണ്. മറ്റേ അസിസ്റ്റൻസ് അപ്പോൾ ആ റൂമിലില്ല. അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് അത് മതി നന്നായിട്ട് മസാജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോക്കറിനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ ജോക്കറിൻ്റെ പ്ലാൻ വേറെ ആയിരുന്നു. മസാജ് ചെയ്യുന്നതിനിടയിൽ അയാൾക്കൊരു ചവിട്ട് കൊടുത്ത് അയാളുടെ ബോധം പോയി അവിടെ വീഴുവാണ്. ആ സമയം അയാളുടെ ഫോൺ ഒപ്പിടാൻ നോക്കിയപ്പോൾ നമ്മുടെ ജാക്കുള്ള ആ ഒരു ലൊക്കേഷൻ ജോക്കറിനെ കിട്ടുന്നുണ്ട്. ഇതേസമയം മറ്റേ അസിസ്റ്റൻസ് വരുന്ന സൗണ്ട് കേട്ടിട്ട് ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. മറ്റേ അസിസ്റ്റൻറ്റ് വന്ന് നോക്കിയപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് ബോധമില്ലാതെ കിടക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജാക്ക് അയാളെ പിടിച്ചിട്ട് അയാളെ അടിക്കാൻ തുടങ്ങുന്ന നേരത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് ജോക്കർ വന്നിട്ട് തടങ്ങി വയ്ക്കുകയാണ്. ഇതേസമയം അയാൾ ആ നാട്ടിൽ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് ഇയാളുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് എടുത്തിട്ട് ജാക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും വാല്യുബിൾ സാധനം ഈ പൈസയ്ക്ക് വരെ എടുക്കാനുണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട്. ഇതേ ടൈമിന് നമ്മുടെ ജോക്കർ അങ്ങോട്ടേക്ക് തടങ്ങി വെച്ചിട്ട് അയാൾ അടിക്കല്ലെന്നൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ജാക്ക് ജോക്കറിനെ മൈൻഡ് ചെയ്യാതെ അയാളുടെ അടുത്ത് വന്നിട്ട് നോക്കിക്ക് തൻ്റെ കയ്യിൽ ഒരു സാധനവും ഇല്ല, ഞങ്ങൾ പിന്നെ എന്തെടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളെ പേഴ്സൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം അയാൾ എനിക്കിപ്പോൾ ക്യാൻസറാണ്, കുറച്ച് കാലം കൂടെ ജീവിക്കാവുള്ളൂ, ഞാൻ ആ സമയം ഒന്ന് ജീവിച്ചോട്ടെ, ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയില്ലെന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ ജോക്കറാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ജാക്കിനെ തടയുന്ന സമയത്ത് ജാക്കിന് ദേഷ്യം വന്ന് ജോക്കറിനെ കഴുത്തി പിടിക്കുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് തന്നെ ജോക്കർ സോംബോങ്ങിൻ്റെ അടുത്ത് അവനോട് രക്ഷപ്പെടാൻ പറയാണ്. അങ്ങനെ സോംബോങ് അവിടെ നിന്ന് പോയ ടൈമിന് നമ്മുടെ ജോക്കറാണെങ്കിൽ ജാക്കിൻ്റെ അടുത്ത് നീ ഇത്രയും മോശക്കാരനൊരു പയ്യനല്ലല്ലോ, നിനക്കിതിപ്പോൾ എന്താ പറ്റിയേ, നീ പഴയതുപോലെ ആവെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ജാക്ക് ജോക്കറിനെ അടിച്ചിട്ടിട്ട് പഴയതുപോലെ ആവാനോ, മുമ്പ് ഒരുത്തൻ എന്നെ പറഞ്ഞു പറ്റിച്ചു, അവൻ കാരണം എൻ്റെ ജീവിതം നശിച്ചു, നീ ഒരാൾ കാരണമാണ് എൻ്റെ ലൈഫ് നശിച്ചത്, നീ ഇപ്പോൾ കുറ്റബോധം തിരിച്ചു വന്നേക്കുവാണല്ലേ, നിനക്ക് കുറ്റബോധമുണ്ട്, സോറി ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോ, അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം, നീ ഇപ്പോൾ വന്നെന്ന് വിചാരിച്ച് ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജാക്കാണെങ്കിൽ ജോക്കറിനോട് ദേഷ്യപ്പെടുകയാണ്. ഈ ടൈമിന് നമ്മുടെ ടാറ്റുവും ഹോയും കൂടെ ആയിട്ട് അവിടെ നമ്മുടെ ജോക്കറിനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ട് തന്നെ ഈ സീനെല്ലാം അവിടെ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആ സമയം ടാറ്റു ഹോയുടെ അടുത്ത് ഇന്നത്തെ ദിവസം ജോക്കർ ഭയങ്കരമായിട്ട് വീക്കായിട്ടിരിക്കുവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ പൈസയൊക്കെ മോഷ്ടിക്കാം, നീ വാന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ച് അവിടെ നിന്ന് ടാറ്റു പോവുകയാണ്. ഇതേ സമയം അടുത്ത് ജാക്കിനെ കാണിക്കുമ്പോൾ ജാക്ക് ജോക്കറിൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒന്നും മിണ്ടാൻ നടന്നു പോവാണ്. ഈ സമയം ജോക്കർ അവനോട് തന്നെ സ്വയം നീ ഇത്ര പെട്ടെന്ന് അവൻ്റെ അടുത്ത് സോറി ചോദിക്കുന്ന പ്ലാനിൽ നിന്ന് വിട്ടുകൊടുക്കാൻ പോവുകയാണോ എന്നുള്ള രീതിയിൽ സ്വയം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജാക്കാണെങ്കിൽ വൈകുന്നേരം അവൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ബോസിനെ മീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ആ സമയം ബോസ് നീ ഒരു ഡ്രിങ്ക്സ് കുടിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ജാക്കാണെങ്കിൽ കുറച്ച് ഡ്രിങ്ക്സ് കുടിച്ചിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത്
ബോസ് ജാക്കിനോട് നിനക്കറിയാമല്ലോ നീയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻ്റ് എന്ന്, പിന്നെ നീ എന്തിനാ എന്നെ എപ്പോഴും പറ്റിക്കുന്നത്, ഇനി എത്ര കാലം നീ എന്നെ പറ്റിക്കുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജാക്ക് ബോസിൻ്റെ അടുത്ത് ബോസ് എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബോസാണെങ്കിൽ എനിക്കറിയാം നമുക്ക് തിരിച്ച് പൈസ തരാൻ പറ്റാതെ കടത്തി കിടക്കുന്ന ആൾക്കാരുടെ പൈസയെല്ലാം നീ സീക്രട്ടായിട്ട് അടച്ച് അവരുടെ കടമൊക്കെ തീർക്കുന്നുണ്ടെന്ന്, നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജാക്ക് ഞാനങ്ങനെ ചെയ്യാറുണ്ട്, അവരൊക്കെ പാവപ്പെട്ടവരല്ലേ എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുകയാണ്. ഈ സമയം ബോസാണെങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ്സാണ്, ചാരിറ്റി അല്ല, നീ ഇങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എൻ്റെ ബിസിനസ് പൊളിയത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ടാറ്റുവിൻ്റെയും ഹോയുടെയും ആ ഒരു കടത്തിൻ്റെ കേസ് ഞാനാണെങ്കിൽ ഹോപ്പിനെ ഏൽപ്പിക്കുകയാണ്, നീ അതിൽ നീ ഇടപെടണ്ട. അതേപോലെ തന്നെ അടുത്ത മാസം നീ ഇതുപോലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ നിന്നാണ്ട, ശരിയാകത്തില്ല ജാക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം ടാറ്റുവിനെ കാണിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ഫുഡിൻ്റെ മണമൊക്കെ വന്നിട്ട് ടാറ്റു അവൻ്റെ അമ്മയുടെ അടുത്ത് അമ്മ ഫുഡ് ഉണ്ടാക്കിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നോക്കിയപ്പോൾ ഹോപ്പ് അവിടെ പുറകെ വന്ന് നിന്നിട്ട് ഹോപ്പ് ഫുഡ് പ്ലേറ്റ് വയ്ക്കായിരുന്നു, അവനായിരുന്നു ഉണ്ടാക്കിയത്. അപ്പം തന്നെ ടാറ്റുവിനെ മനസ്സിലായി ഇന്ന് അവൻ്റെ ഒരു തീരുമാനമാവുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടാറ്റു അവൻ്റെ അമ്മേനെ റൂമിൻ്റെ അകത്തേക്ക് പറഞ്ഞു വിടാണ്. എന്നിട്ട് നമ്മുടെ ഹോപ്പുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിന്നതും ഹോപ്പ് പെട്ടെന്നൊരു പാൻ എടുത്ത് ടാറ്റുവിൻ്റെ തലയിലടിച്ചിട്ട് ഞാൻ നിന്നെക്കാൾ ഫാസ്റ്റാ, ഇത്രയും ദിവസം നിന്നെ നോക്കാൻ ജാക്കായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പോയി, എന്നാൽ ഇനി നീ രക്ഷപ്പെടത്തില്ല, എൻ്റെ കൈ കിട്ടിയല്ലേ, ഇനി നീ ശരിയാക്കി തരാം, ഇനി എന്താണെന്നുള്ളത് നിന്നെ ശരിക്കും കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് റൂമിൻ്റെ അകത്തുനിന്ന് നമ്മൾ ടാറ്റുവിൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പ്ലീസ് അവനൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹോപ്പാണെങ്കിൽ നിങ്ങളിവിടെ നിന്ന് മാറിയിക്ക്, ഇതിൻ്റെ ഇടയിൽ കയറിയാൽ നിങ്ങൾക്ക് അടി വീഴും, മാറിയിക്ക്, ഞാൻ നല്ലതിന് വേണ്ടി പറയാൻ മാറാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടാറ്റും അമ്മയുടെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് അവൻ്റെ അമ്മേനെ പിന്നെ റൂമിൻ്റെ അകത്തേക്ക് പറഞ്ഞു വിട്ടാണ്. അതിനുശേഷം അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. ഇതേ ടൈമിന് ബോസിനെ കാണിക്കുമ്പോൾ ബോസാണെങ്കിൽ ഒരു റൂമിലേക്ക് വന്നേക്കുകയാണ്. അവിടെ കുറേ ജ്വല്ലറി സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ പൈസ കൊടുക്കാത്ത ആൾക്കാരെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുമല്ലോ, അങ്ങനെ എടുത്ത സാധനങ്ങളാണെന്നാണ്. ആ കൂട്ടത്തിലേക്ക് ഒരു മാല ഇപ്പോൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജാക്കിൻ്റെ മുമ്പെടുത്ത് അവൻ്റെ പ്രിയപ്പെട്ട ആ ഒരു മോതിരവും ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജോക്കറിൻ്റെ റൂമിൻ്റെ അകത്തേക്ക് ടാറ്റുവും ഹോയും കൂടെ ആയിട്ട് പ്രേതത്തിൻ്റെ മാസ്കൊക്കെ വെച്ചിട്ട് അവനെ മോഷ്ടിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം ജോക്കർ അവൻ്റെ റൂമിലേക്ക് തിരിച്ച് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്. അവ വരുന്ന സൗണ്ട് എടുത്തും രണ്ടുപേരും പെട്ടെന്ന് സൈഡിൽ കയറി ഒളിക്കുകയാണ്. അങ്ങനെ ജോക്കർ ഡോർ പറഞ്ഞ് അകത്തേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്യാണ്. ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ഹോയും ടാറ്റുവിൻ്റെ പുറകെ വന്ന് നിന്നിട്ട് ഒരു ഫേക്ക് തോക കാണിച്ചിട്ട് മര്യാദയ്ക്ക് തിരിഞ്ഞ് നിന്നിട്ട് കൈപ്പൊക്കി നിൽക്കുക, അനങ്ങിപ്പോരുന്നെന്ന് പറയാണ്. ഈ സമയം നമ്മുടെ ജോക്കറാണെങ്കിൽ ജാക്കുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് ദേഷ്യം വന്ന് നിൽക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ കളിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയാണ്. ആ സമയം അവരുണ്ടേലും മര്യാദയ്ക്ക് കൈ വെക്കാനായിട്ട് പിന്നെയും പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോക്കറാണെങ്കിൽ അയ്യോ പാറ്റാന്ന് പറഞ്ഞ ഒരു വീട് വിളിക്കുകയാണ്. ഇത് അവൻ്റെ അടവായിരുന്നു. അത് വിളിയായിട്ടതും നമ്മുടെ ടാറ്റുവും ഹോയും കൂടെ അതേപോലെ അയ്യോ പാറ്റാന്ന് വിളിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ നമ്മുടെ ജോക്കർ അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവൻ എങ്ങോട്ടോ പോവുകയാണ്. ആ സമയം ടാറ്റുവും ഹോയും അവൻ ഈ റൂമിൽ തന്നെ എവിടെയെങ്കിലും കാണും അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്ന ടൈമിന് പെട്ടെന്ന് ഹോയിനെ നമ്മുടെ ജോക്കർ വാ പൊത്തിക്കൊണ്ട് സൗണ്ട് ഉണ്ടാക്കാതെ അകത്തേക്ക് റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോവാണ്. ടാറ്റു നോക്കുമ്പോൾ ഹോയിനെ കാണാനില്ല. അവനങ്ങനെ അരിച്ചു പറക്കി ആ റൂമിൻ്റെ ഡോർ തുറന്ന് നോക്കിയപ്പോൾ ദാ ഹോയി അതിൻ്റെ അകത്തേക്കണു. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നീ ഇവിടെ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. നോക്കിയപ്പോൾ ഇത് ഹോയി ആയിരുന്നില്ല, ജോക്കറായിരുന്നു. ജോക്കർ ഉടനെ തന്നെ ഒരു ബാറ്റ് എടുത്ത് കാണിച്ചിട്ട് മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞിട്ട് അവൻ അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം പെട്ടെന്ന് അടിക്കില്ല ഞാൻ തൊട്ടപ്പുറത്ത് റൂമിലുള്ള പയ്യനാണെന്നിങ്ങനെ പറയാണ്. ആ സമയം മര്യാദയ്ക്ക് ഇതിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചോട്ട് പോകാൻ പറയാണ്. അവരങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ടാറ്റു ജോക്കറിൻ്റെ കയ്യിലുള്ളൊരു ടാറ്റു ആണെന്നത്. എന്താ മാച്ച് പേരുകൾ തമ്മില്ല, അതുകൊണ്ട് തന്നെ നല്ല കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോക്കറിൻ്റെ കയ്യിൽ, അതായത് നമ്മുടെ ജോക്കർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കള്ളനായിരുന്നു അവൻ ജയിലിൽ പോകുന്നതിന് മുമ്പേ. അപ്പോൾ അവനാണെങ്കിൽ അവനെ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ തന്നെ അറിയാമായിരുന്നു പോലീസുകാർക്ക്. അപ്പം നമ്മുടെ ടാറ്റു എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ജോക്കർ എന്ന് പറഞ്ഞ കള്ളൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. ആദ്യമായിട്ട് എനിക്കൊരു കള്ളൻ ഇത്രയും വലിയൊരു ഫാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടാറ്റു നമ്മുടെ ജോക്കറിൻ്റെ കയ്യിലുള്ള ആ ഒരു ടാറ്റു ആണെന്നുണ്ട്. അതായത് ഒരു കാർഡൊക്കെ വന്നിട്ട് നമ്മുടെ ചീട്ടുകളിയിൽ ജോക്കറിൻ്റെ കാർഡുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ പോലെയൊക്കെ വന്നിട്ടുള്ള ഒരു കാർഡിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടോണ്ടേ ഇത് മറ്റേ ഫേമസ് ആയിട്ടുള്ള കള്ളൻ ജോക്കറിൻ്റെ ടാറ്റു അല്ലേ, അപ്പോൾ നിങ്ങളാണോ ആ ജോക്കർ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ നിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പറയാണ്. അപ്പം തന്നെ ടാറ്റുവിന് മനസ്സിലാവുന്നത് ഇതാണ് ആ കള്ളൻ ജോക്കറെന്ന്. ഉടനെ തന്നെ അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് സാറ് ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ് എന്നൊക്കെ ഇത് പറയുന്നുണ്ട്. എന്നാൽ ജോക്കർ മൈൻഡാക്കാതെ ഇവിടെ നിന്ന് പോകാനായി പറയാണ്. ആ സമയം ടാറ്റുവിന് നമ്മുടെ ജോക്കറിനെ ഫോളോ ചെയ്ത് അവൻ്റെ സിറ്റുവേഷൻ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ടാറ്റു ജോക്കറിൻ്റെ അടുത്ത് എൻ്റെ പൈസ തിരിച്ചു വാങ്ങാനായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആളെന്ന് എൻ്റെ സാധനങ്ങൾ തിരിച്ചെടുത്ത് മോഷ്ടിക്കാനായിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജാക്കിൻ്റെ സീക്രട്ടെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്ന് അവനുമായിട്ട് വീണ്ടും മിണ്ടാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം ടാറ്റുവിന് ഇവൻ്റെ സിറ്റുവേഷൻ നന്നായിട്ട് അറിയാമെന്ന് മനസ്സിലായിട്ട് ജോക്കർ ഓക്കെ ഞാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടാറ്റുവും ഹോയും ജോക്കറും കൂടിയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം ടാറ്റു ആക്ച്വലി ജാക്ക് ഇപ്പം കാണുന്ന പോലെ ദേഷ്യക്കാരനൊന്നും അല്ല, ഇത് മൊത്തം ഇവൻ്റെ അഭിനയമാണെന്ന് പറയാണ്. ഈ സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത്
അതായത് നമ്മുടെ ജോക്കർ കഴിഞ്ഞ ദിവസം ജാക്കിനെ ഫോളോ ചെയ്യുന്ന ടൈമിൽ ജാക്ക് രാവിലെ തന്നെ ടാറ്റുവിൻ്റെ വീട്ടിൽ കയറി പോയിട്ട് പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആക്ച്വലി ജാക്ക് നമ്മുടെ ടാറ്റുവിനെ മര്യാദയ്ക്ക് അടിക്കുകയൊന്നും ചെയ്തില്ല. നമ്മുടെ ജാക്കാണെങ്കിൽ പതുക്കെ നമ്മുടെ ടാറ്റുവിൻ്റെ ചെവിയുടെ അടുത്ത് ചെന്നിട്ട് ഇപ്പോൾ എന്നെയും നിന്നെയും ഒക്കെ വാച്ച് ചെയ്യാനായിട്ട് ബോസ് പുതിയൊരാളെ ക്ലോസ് ആയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ അടിക്കുന്ന പോലെ ഞാൻ അഭിനയിക്കാൻ പോവാം, കൂടെ നന്നായിട്ട് അഭിനയിച്ചോളാനായിട്ട് പറയാണ്. അങ്ങനെ അഭിനയിച്ചപ്പോഴാണ് നമ്മുടെ ടാറ്റും അയ്യോ എന്നൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടാറ്റും ഹോയും കൂടെ അവിടെ കിടന്ന് അഭിനയിച്ചതും നമ്മുടെ ജോക്കർ ഒളിങ്ങി നിന്നപ്പോൾ ഇതൊക്കെ കണ്ടതും അതൊക്കെ ആക്ച്വലി നമ്മുടെ ജാക്കിൻ്റെ അഭിനയമായിരുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ടാറ്റുവിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം ജാക്കാണ് പൈസ കൊടുക്കാറുള്ള കടക്കാരുടെ പൈസ എല്ലാം ഓരോ മാസം അടച്ചു തീർക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും ടാറ്റു ആണെങ്കിൽ ആക്ച്വലി ഇതൊക്കെ ജാക്ക് ശരിക്കും അഭിനയിക്കുന്നതാണെന്ന് പറയാണ്. ആ സമയം ജോക്കർ അപ്പോൾ സിറ്റുവേഷൻസ് അവനെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണല്ലേ, അപ്പോൾ ഇപ്പോഴും അവൻ നല്ലവനാണല്ലേ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ജാക്കിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടാറ്റു ആണെങ്കിൽ ജാക്കിനും ബോസിൻ്റെ അടുത്ത് തിരിച്ച് പൈസ കൊടുക്കാനായിട്ട് കുറേ കടം കിടപ്പുണ്ടായിരുന്നു, അവനത് അടച്ചു തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോസ് എഗ്രി ചെയ്ത അനുസരിച്ച് ജാക്കിനെ അയാളുടെ അസിസ്റ്റൻ്റായിട്ട് കൂട്ടി. ജാക്ക് അയാളെ വിട്ടുപോകാതിരിക്കാനായിട്ട് ജാക്കിൻ്റെ ഒരു മോതിരവും വാങ്ങിച്ചു വെച്ചു. അത് ജാക്കിന് വളരെ പ്രിയപ്പെട്ടൊരു മോതിരമാണ്. അത് അവൻ്റെ പാരൻസിൻ്റെ വെഡ്ഡിങ് റിംഗ് ആണ്. അത് അവൻ്റെ അച്ഛൻ അവൻ്റെ കയ്യിൽ കൊടുത്തിരുന്നതാണ്. അതാണിപ്പോൾ ബോസ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അത് ബോസിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ജാക്കിന് ബോസിൻ്റെ ഓർഡേഴ്സ് അനുസരിച്ചേ പറ്റുള്ളൂ. അവൻ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടാറ്റു ആണെങ്കിൽ ഇപ്പോൾ ഈ നടത്താൻ പോകുന്ന മോഷണത്തിൽ നമുക്ക് ജാക്കിനെയും രക്ഷിക്കാൻ പറ്റും, അവൻ്റെ മോതിരം തിരിച്ചെടുക്കാൻ പറ്റും, നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ വന്നൂടെ, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ജോക്കർ ആണെങ്കിൽ ആലോചിച്ചിട്ട് ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ജാക്കിനെ രക്ഷപ്പെടുത്താം, നിങ്ങളുടെ കാര്യം എല്ലാം നേരെയാക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടാറ്റു ഹോയ് ഓക്കെ, പക്ഷേ ഞങ്ങളെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടോന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജോക്കർ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് ഓക്കെ നിങ്ങൾ എന്നോട് കൂടിക്കൊള്ളാൻ പറയുന്നുണ്ട്. ആ സമയം ടാറ്റു ഹോയ് യെസ് അടിപൊളി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോക്കർ കൂട്ടുന്നതൊക്കെ കൊള്ളാം, നിങ്ങളുടെ പ്ലാൻ കേട്ടിട്ട് എന്നെ നിരാശപ്പെടുത്തരുത്, എന്താ പ്ലാൻ എന്ന് നോക്കിയാണ്. ആ സമയം ടാറ്റു ആലോചിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ബോസിനെ ചെന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് മോഷ്ടിക്കാൻ നിൽക്കണ്ട, പകരം നമുക്ക് വേറൊരുത്തനെ ഫസ്റ്റ് മോഷ്ടിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അവിടെ നിന്ന് സീൻകട്ടായിട്ട് നേരെ പിന്നെ കാണിക്കുന്നത് ജാക്കിനെയാണ്. ജാക്കിപ്പോൾ അവൻ അറിയാനുള്ളൊരു പയ്യനുമായിട്ടിരുന്ന് ഡ്രിങ്ക് ചെയ്യുകയാണ്. അവൻ്റെ പേര് സേവ് എന്നാണ്. കുറേ ഡ്രിങ്ക് ചെയ്തുകൊണ്ട് തന്നെ സേവിൻ്റെ ബോ അപ്പോഴേ പോയിട്ട് അവനവിടെ കിടക്കുകയാണ് ആ ടേബിളിൽ. ഇതേ ടൈമിന് ജാക്കാണെങ്കിൽ എന്തുവരുന്ന ആലോചിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ജോക്കറുമായിട്ട് രാവിലെ ഫൈറ്റ് ഉണ്ടായപ്പോൾ ജോക്കർ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ, നല്ലൊരു പയ്യനല്ലേ, പഴയതുപോലെ ആവ് എന്നൊക്കെ പറഞ്ഞതാണ്. ആ സമയമാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശി വരുന്നത്. അങ്ങനെ ജാക്കിൻ്റെ മുത്തശ്ശി വന്നതും ജാക്ക് അവൻ്റെ മുത്തശ്ശിയോട് മുത്തശ്ശി ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിൽ ഞാൻ ആളാകെ മാറിപ്പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അവൻ്റെ മുത്തശ്ശി എപ്പോഴും നീ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ ഇരിക്കത്തില്ലല്ലോ എന്നിങ്ങനെ പറയാം. ആ സമയം ജാക്ക് ഓക്കെ മുത്തശ്ശി, പിന്നെ മുത്തശ്ശി പോയിക്കണം ഉറങ്ങിക്കോ, ഇവിടുത്തെ വർക്കെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ മുത്തശ്ശീനെ പറഞ്ഞു വിടാണ്. അതിനുശേഷം അവൻ എന്തൊക്കെയോ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അരാനെ കാണിക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ കണ്ട ആ ഒരു പയ്യനെ, ഈ പയ്യനെ ഫസ്റ്റ് മോഷ്ടിക്കാം എന്നാണ് നമ്മുടെ ടാറ്റു കഴിഞ്ഞ ദിവസം നമ്മുടെ ജോക്കറിനോട് പ്ലാൻ പറഞ്ഞ ടൈമിന് പറഞ്ഞത്. ഈ പയ്യൻ്റെ അച്ഛനാണ് ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ സ്വത്ത് എന്ന് പറയുമ്പോൾ ഇവൻ്റെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവനും ഒരു ലക്ഷറായിട്ട് ജീവിക്കുന്ന ഒരു പയ്യനാണ്. ഇപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അവൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ഇവനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ താങ്ക് യു സോ മച്ച്, നിങ്ങൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, അടുത്ത പ്രാവശ്യം നിങ്ങൾ തന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ ടൈമിന് അങ്ങോട്ടേക്ക് നമ്മുടെ അരാൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു ഒരാൾ വന്നിട്ട് ലൈവ് തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വരാനായിട്ട് പറയാണ്. അങ്ങനെ അരാനും ആ ഒരു പയ്യനും കൂടെ ചെന്നിരുന്നിട്ട് ഇവരുള്ള ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് അരാനാണെങ്കിൽ അവൻ്റെ പുതിയ ബാഗിൻ്റെ കളക്ഷനൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിന് കമൻറ്റ് ബോക്സിൽ പുതിയ ബാഗിൻ്റെ ലോഞ്ച് എന്നാന്ന് ചോദിച്ചപ്പോൾ നാളെയാണ് പുതിയ ബാഗ് ലോഞ്ച് ചെയ്യുന്നത്, പക്ഷേ അതിലേക്ക് എല്ലാവർക്കും വരാൻ പറ്റത്തില്ല, ഇൻവിറ്റേഷൻ ഉള്ളവർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, കുറേ സെലിബ്രിറ്റീസും ഒക്കെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേസമയം ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് മറ്റാരുമല്ല നമ്മുടെ ജോക്കർ തന്നെയാണ്. അവനിപ്പോൾ ഒരു പെൺവേഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതും കാണിച്ച് സെക്കൻഡ് എപ്പിസോഡോടെ എൻ്റെ ആവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നവരെ ബൈ.